എല്ലാ വിദ്യാർത്ഥികൾക്കും നമ്മുടെ രണ്ടാം വർഷ അക്കൗണ്ടൻസിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. രണ്ടാം വർഷ അക്കൗണ്ടൻസിയുടെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അല്ലേ. നമ്മൾ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്തു പഠിച്ചു കഴിഞ്ഞു. പാർട്ണർഷിപ്പിൻ്റെ ബേസിക് കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ എന്ത് ചെയ്യും, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയായിരുന്നു, ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് അവരുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ആ വർഷം അവർ അവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് അവരുടെ ലാഭവും നഷ്ടവും കണക്കാക്കുന്നു അല്ലെങ്കിൽ കണ്ടെത്തി. ആ കണ്ടെത്തിയ ലാഭവും നഷ്ടം എങ്ങനെ അവർ എന്ത് ചെയ്യുന്നു, പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അല്ലേ. അതിനെക്കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ്, ഹൗ ദ നെറ്റ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ പാർട്ട്നേഴ്സ്. എങ്ങനെയാണ് പാർട്ട്നേഴ്സിന് ആ കിട്ടിയ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസും ആവാം അല്ലേ, ആ ലാഭമായാലും നഷ്ടമായാലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ആ ഒരു ഏരിയയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. എല്ലാവരും റെഡി അല്ലേ? എല്ലാവരും നോട്ട്ബുക്കും കാൽക്കുലേറ്ററും അല്ലെ സ്കെയിലും പെൻസിലും ആയിട്ടൊക്കെ എല്ലാവരും റെഡിയായിരിക്കുകയായിരിക്കും അല്ലേ. നമുക്ക് ഇന്ന് എന്ത് ചെയ്യാം, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിലേക്ക് കിടക്കാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിനെ കുറിച്ചാണ്. അപ്പോൾ എഴുതിയേ, നമ്മുടെ നോട്ട്ബുക്കിന് ഒന്ന് കുറിച്ച് ഹെഡിങ് എഴുതിയേ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അല്ലേ. ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞു എന്താണ്, ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് അവരുടെ ഒരു വർഷത്തെ റിസൾട്ട് അല്ലേ, നമ്മൾ ഒരു വർഷത്തെ റിസൾട്ട് എന്ന് പറയുന്നത് എന്താവാം, ഇത് പ്രോഫിറ്റ് ഓർ ലോസ് ആവാം, ലാഭമാവാം നഷ്ടമാവാം. ആ ലാഭവും നഷ്ടവും കണ്ടുപിടിക്കുന്നു എന്ത് അല്ലെ എങ്ങനെ, ബൈ പ്രിപ്പയറിങ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലേ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു. ആ കിട്ടിയ പ്രോഫിറ്റിനെ നമുക്ക് എന്ത് ചെയ്യണം, ആർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അതിനു വേണ്ടി നമ്മൾ തയ്യാറാക്കുന്ന ഒരു അക്കൗണ്ടിനെ വിളിച്ച പേരാണ് എന്താണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം, എഴുതിയേ, ഒന്ന് കുറിച്ചേ, എല്ലാവരും നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒന്ന് കുറിച്ചേ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എന്താണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒരു എക്സ്റ്റൻഷനാണ് എന്തെന്ന് പറയുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ്, ഇത് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയായിരിക്കും, ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു ഷോ ഹൗ ദ നെറ്റ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദി പാർട്ട്നേഴ്സ്. എങ്ങനെയാണ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, ആർക്ക്, പാർട്ട്നേഴ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അത് കാണിക്കാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഒരു എക്സ്റ്റൻഷനെ വിളിച്ച പേരാണെന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. മനസ്സിലായല്ലോ അല്ലേ, കുറിച്ചോ, എല്ലാവരും കുറിച്ചല്ലോ. ഇറ്റ് ഈസ് ആൻ extension of profit and loss account which is prepared to show എന്തിനു വേണ്ടിയായിരിക്കും, ഷോ how the net profit distributed among the partners. ശരിയല്ലേ. The profit and loss account is usually begins with the profit or loss carry forward from the profit and loss account അല്ലേ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് ക്യാരി ഫോർവേഡ് ചെയ്യുന്ന പ്രോഫിറ്റ് അല്ലെ ലോസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൽ ആദ്യം കാണിക്കുന്നത് അല്ലേ. നമുക്ക് കിട്ടുന്നത് നെറ്റ് ലോസ് ആണെങ്കിൽ എന്ത് ചെയ്യും, എവിടെ കാണിക്കും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് സൈഡിൽ കാണിക്കുകയും ചെയ്യും. അപ്പോൾ എന്താണ്, ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് യൂഷ്വലി ബിഗിൻസ് വിത്ത് ദ പ്രോഫിറ്റ് ഓർ ലോസ് ക്യാരി ഫോർവേഡ് ഫ്രം എവിടെ നിന്ന്, പി ആൻഡ് അക്കൗണ്ട് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഡിസ്കസ് ചെയ്ത കുറേ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ഒന്ന് പറഞ്ഞേ, ഏതൊക്കെയാണ് അഡ്ജസ്റ്റ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എക്സെട്ര ആർ ഓൾസോ റെക്കോർഡ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ.
ഇതെല്ലാം നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യപ്പെടും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യപ്പെടും. എവിടെ റെക്കോർഡ് ചെയ്യപ്പെടും? ഇനി നമുക്ക് അതാണ് അറിയേണ്ടത്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ആദ്യം നമ്മൾ കാണിക്കുന്നത് എന്തായിരിക്കും? നെറ്റ് പ്രോഫിറ്റ് ആയിരിക്കും. എവിടെ? ക്രെഡിറ്റ് സൈഡിൽ അല്ലേ? ക്രെഡിറ്റ് സൈഡിൽ രണ്ടാമത് കാണിക്കുന്ന ഐറ്റമാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അല്ലേ? സംശയമില്ലല്ലോ. അപ്പോൾ ആ രണ്ട് ഐറ്റമായി. ഇനി എന്താണ് അടുത്തത്? നെറ്റ് പ്രോഫിറ്റിനെ ക്രെഡിറ്റ് ചെയ്തു, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിനെ ക്രെഡിറ്റ് ചെയ്തു, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ അല്ലേ? ഇതൊക്കെ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യും? നമുക്ക് കിട്ടുന്നതായിരിക്കാം പ്രോഫിറ്റ്. ആ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യും? ഒരു എഗ്രിഡ് റേഷ്യോയിൽ നമ്മൾ എന്ത് ചെയ്യും? ആർക്ക് വീതിച്ചു കൊടുക്കും? പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കും അല്ലേ? ഇറ്റ് ഈസ് ട്രാൻസ്ഫർ ടു ദെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഓർ കറണ്ട് അക്കൗണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യും? അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ പഠിച്ചു അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഒരു ഫോർമാറ്റ് നോക്കിയാലോ? നിങ്ങളുടെ നോട്ട്ബുക്ക് എടുത്ത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഈ പറയുന്ന ഈ ബോർഡിൽ കാണിച്ചിരിക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഒരു ഫോർമാറ്റ് ഒന്ന് കുറിക്കുക അല്ലേ? ഇതാ നോക്കി, ബോർഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഒരു ഫോർമാറ്റ് ഉണ്ട്. എന്താ ആദ്യം എഴുതിയിരിക്കുന്നത് നോക്കാം. അതിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എന്ത് കാണിച്ചിട്ടുണ്ട്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലേ? അത് നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ. രണ്ടാമത്തെ ഐറ്റം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണെങ്കിൽ അല്ലേ? അപ്പോൾ രണ്ട് ഐറ്റമേ എന്ത് വരുന്നുള്ളൂ? എവിടെ വരുന്നുള്ളൂ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വരുന്നുള്ളൂ. ഇനി ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെയാണ്? ഒരു പക്ഷേ നമ്മുടെ സ്ഥാപനത്തിന് നെറ്റ് ലോസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതെവിടെ കാണിക്കും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കും. പിന്നെ മറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഏതൊക്കെയാണ്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പാർട്ട്നർ സാലറി, കമ്മീഷൻ എക്സെട്ര ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നു. ദെൻ ബാലൻസ് നമ്മൾ എന്ത് ചെയ്യും? അവിടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഒരു എഗ്രിഡ് റേഷ്യോയിൽ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇതാണ് എന്താണ് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഫോർമാറ്റ് എന്നറിയപ്പെടുന്നു അല്ലേ? ഇപ്പം നിങ്ങൾക്ക് എന്താ അറിയാം? എങ്ങനെയാണ് ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് അവർക്ക് കിട്ടിയ അല്ലെ അവർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വഴി കണ്ടുപിടിച്ച നെറ്റ് പ്രോഫിറ്റിനെ പാർട്ട്നേഴ്സിന് ഒരു എഗ്രിഡ് റേഷ്യോയിൽ ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു അക്കൗണ്ട് വരച്ച് എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ പ്രോഫിറ്റിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാമെന്ന് പഠിച്ചു. ആ അക്കൗണ്ട് നമ്മൾ വിളിച്ച പേരാണ് എന്ത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നു. എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആൻഡ് അതിൻ്റെ ഫോർമാറ്റിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുക? പരിചയപ്പെട്ട് കഴിഞ്ഞു അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അല്ലെങ്കിൽ ഹൗ ദ നെറ്റ് പ്രോഫിറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് പാർട്ട്നേഴ്സ് എന്ന് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരച്ച് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ? ഇതാ നിങ്ങളുടെ മുമ്പിൽ ഞാനൊരു പ്രോബ്ലം അവതരിപ്പിക്കുകയാണ്. ആ പ്രോബ്ലം നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കുറിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ സൊല്യൂഷൻ കാണാൻ ശ്രമിക്കുക. ഓക്കെ, പ്രോബ്ലം ഞാനൊന്ന് പറയട്ടെ. ദ ബോർഡിൽ നിങ്ങൾക്ക് ആ പ്രോബ്ലം വരുന്നുണ്ട്. P and Q were partners in a firm sharing profit in the ratio of 1:1. Their capitals on 1st April 2019 were P rupees 1,50,000 and Q rupees 1,20,000. They agreed to allow interest on capital at 10% per annum and interest on drawings at rupees 200 and rupees 300 respectively. The firm earned a profit before all above adjustment. ഒന്നുകൂടെ, the firm earned a profit before all above adjustment of rupees 40,000 for the rendered 31st March 2020. The drawings of P and Q during the year were rupees 2,000 and rupees 1,000 respectively. Prepare പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിയേ. ഈ ക്വസ്റ്റിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് അറിയേണ്ടത്? നമുക്കൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ എന്തൊക്കെ ഐറ്റംസ് ആണ് വേണ്ടത്? നമുക്കൊന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം അല്ലേ? ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ആണ് വേണ്ടത്? നമുക്ക് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് തന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വേണം, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വേണം, സാലറിയോ കമ്മീഷനോ വേണം, അതുപോലെ തന്നെ എന്തും വേണം? ഇൻട്രസ്റ്റോ ലോൺസ് വേണം അല്ലേ? ഏതൊക്കെ തന്നിട്ടുണ്ടെന്ന് നിങ്ങൾ നോക്കി ഒന്ന് അതിനൊന്ന് തരംതിരിച്ചേ. ഏതൊക്കെ ഐറ്റം ഡെബിറ്റ് സൈഡിൽ എഴുതാം, ഏതൊക്കെ ക്രെഡിറ്റ് സൈഡ് എഴുതാം ഒന്ന് നോക്കി. നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഒരു ഫോർമാറ്റ് ഉണ്ട് അല്ലേ? ആ ഫോർമാറ്റിൻ്റെ ബേസിൽ ഒന്ന് തരംതിരിച്ചേ. ഏതൊക്കെ ഐറ്റം ഡെബിറ്റിൽ കാണിക്കും, ഏതൊക്കെ ഐറ്റം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും, ഒന്ന് പെട്ടെന്ന് തരംതിരിച്ചേ. നമുക്കറിയാം സാധാരണയായിട്ട് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് യൂഷ്വലി ബിഗിൻസ് വിത്ത് എന്താണ്? സാധാരണയായിട്ട് തുടങ്ങുന്നതിലാണ് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസിലാണ് അല്ലേ? അപ്പോൾ ക്വസ്റ്റിനകത്ത് നോക്കി എവിടെയെങ്കിലും നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ടെന്ന് ഉണ്ടല്ലേ? എന്താണ് ക്വസ്റ്റിനകത്ത് നോക്കി? ദ ഫേം ഏൺഡ് എ പ്രോഫിറ്റ് ഓഫ് റുപ്പീസ് എത്രയാണ്? 40,000. അപ്പോൾ നമ്മൾ എന്തെന്ന് പറഞ്ഞ് കാണിക്കും?
നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എന്തെന്ന് പറഞ്ഞ് കാണിക്കും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബ്രാക്കറ്റിൽ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് എത്ര കാണിക്കും, 40,000 രൂപ കാണിക്കും. ഓക്കെ, ഇനി എന്താ നമുക്ക് വേണ്ടത്, അടുത്ത് നമ്മുടെ മറ്റു ചില അഡ്ജസ്റ്റ്മെൻറ്റ് ഏതൊക്കെയാണ് നോക്കിയേ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടോ നോക്കി, ക്വസ്റ്റിനകത്ത് ഉണ്ട് അല്ലേ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണ്, 10% പെർ ആനാണ് അല്ലേ. അപ്പോൾ നമ്മൾ അതെവിടെ കാണിക്കും, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ എവിടെ കാണിക്കും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. എന്തെന്ന്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പിക്ക് എത്രയാണ്, പിയുടെ ക്യാപിറ്റൽ എത്രയാണ്, പിയുടെ ക്യാപിറ്റൽ നോക്കിയേ, ക്വസ്റ്റ്യൻ നോക്കിയേ, പിയുടെ ക്യാപിറ്റൽ എത്രയാണ്, 1,50,000. ആ 1,50,000 10% എത്രയായിരിക്കും, 15,000. ഇനി ക്യൂവിൻ്റെ എത്രയാണ് ക്യാപിറ്റൽ, 1,20,000 10% എത്രയാണ്, 12,000. അപ്പോൾ നമ്മൾ എന്തെന്ന് പറഞ്ഞ് കാണിക്കും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആരുടെ, പിയുടേത് 15,000ഉം ക്യൂവിൻ്റെത് എത്രയാണ് 12,000. രണ്ടും കൂടെ ആഡ് ചെയ്ത് ഔട്ടർ കോളത്തിൽ നമ്മൾ എത്ര കാണിക്കും, 27,000 കാണിക്കും. മനസ്സിലായോ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്ത് മനസ്സിലായല്ലോ. ശരി, ഇനി എന്താ അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കിയേ. അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. അപ്പോൾ നമ്മളെവിടെ കാണിക്കും, പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എന്ത് കാണിക്കും, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, പി എത്രയാണ് 200, ക്യൂ എത്രയാണ് 300. അങ്ങനെ നമ്മൾ എത്ര കാണിക്കും, 500 ഔട്ടർ കോളത്തിൽ കാണിച്ചു അല്ലേ. ഇനി എന്താ, ദ ഡ്രോയിങ്സ് ഓഫ് പി ആൻഡ് ക്യൂ ഡ്യൂറിങ് ദ ഇയർ 2000 and 1,000 റെസ്പെക്റ്റീവ്ലി അല്ലേ. നമ്മൾ കാണിക്കുമോ, ഡ്രോയിങ്സ് എന്ത് ചെയ്തില്ല, എവിടെ കാണിക്കത്തില്ല, പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ കാണിക്കില്ല. അപ്പോൾ ഇത്രയും ഐറ്റംസേ ഉള്ളൂ. ഏതൊക്കെ ഐറ്റം, നെറ്റ് പ്രോഫിറ്റ് ഉണ്ട്, അതുപോലെ അതെന്താണ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇത്ര ഐറ്റം നമ്മുടെ ക്വസ്റ്റിനകത്തുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യും, ടോട്ടൽ ചെയ്യുന്നു. ടോട്ടൽ ചെയ്ത് എന്ത് ചെയ്യുന്നു, ബാലൻസ് കിട്ടുന്ന എമൗണ്ടിനെ നമ്മളൊരു എഗ്രീഡ് റേഷ്യോ എന്ത് ചെയ്യും, വിധിച്ചു കൊടുക്കും. ആർക്ക്, അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ടായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ കറണ്ട് അക്കൗണ്ടിലോട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത്. എത്രയാണ് റേഷ്യോ, നമ്മൾ നേരത്തെ ക്വസ്റ്റിനകത്ത് ഡിസ്കസ് ചെയ്തു. അവിടെ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്, ഈക്വലിയാണ് അവരെന്ത് ചെയ്യുന്നത്, ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരച്ച് കിട്ടുന്ന ലാഭത്തെ അവർ ഈക്വലി ഷെയർ ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, ആ ഈക്വലി ഷെയർ ചെയ്യുന്ന പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യും, ഈസ് ട്രാൻസ്ഫർ ടു, എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു, ദെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഓർ കറണ്ട് അക്കൗണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയൊരു പ്രോബ്ലത്തിൽ നിന്ന് എങ്ങനെയാണ് ഒരു പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന രീതിയെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ. ഒരു പ്രോബ്ലം കൂടെ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അമിത്, ബാബു ആൻഡ് ചാരു സെറ്റപ്പ് എ പാർട്ണർഷിപ്പ് ഫോം ഓൺ 1st April 2006. They contributed rupees 50,000, rupees 40,000 and rupees 30,000 respectively as their capitals and agreed to share profit and losses in the ratio of 3:2:1. Amit is to be paid a salary of rupees 1,000 per month and Babu a commission of rupees 5,000. It is also provided that interest to be allowed on capital at 6% per annum. The drawings for the year were Amit rupees 6,000, Babu rupees 4,000 and Charu rupees 2,000. Interest on drawings rupees 270 was charged on Amit's drawings, rupees 180 on Babu's drawings and rupees 90 on Charu's drawings. The net profit as per profit and loss account for the year ended 31st March was rupees 35,660. Prepare profit and loss appropriation account to show the distribution of profit among the partners. ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ അല്ലേ. ഞാനിതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഈ ക്വസ്റ്റ്യൻ ഈ പ്രോബ്ലം വെച്ചുകൊണ്ട് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിനെക്കുറിച്ച് ഒന്ന് നോക്കി. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കി. അമിത്, ബാബു, ചാരു ഇവരെന്ത് ചെയ്യുന്നു, ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നാണ് 1/4/2006. അവരെന്ത് ചെയ്യുന്നു, ക്യാപിറ്റലായിട്ട് 50,000, 40,000, 30,000 ഈ ക്രമത്തിൽ എന്ത് ചെയ്യുന്നു, ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ എഗ്രീഡ് റേഷ്യോ എന്ന് പറയുന്നത്, ലാഭവും നഷ്ടവും എഗ്രി ചെയ്യുന്ന റേഷ്യോ എന്ന് പറയുന്നത് 3:2:1 എന്ന റേഷ്യോ ആണ്. അമിത് ഈസ് ടു പെയ്ഡ്, അമിത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സാലറി പെയ്ഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്, rupees 1,000 പെർ മന്ത് അല്ലേ, 1000 രൂപ ഒരു മാസത്തിൽ. അപ്പോൾ ഒരു വർഷത്തേക്ക് 12,000 രൂപ എന്ന കണക്കിൽ. ബാബുവിന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 5,000 രൂപ കമ്മീഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ
അപ്പോൾ അമിത്തിന് സാലറി കിട്ടുന്നുണ്ട്, ബാബുവിന് കമ്മീഷൻ കിട്ടുന്നുണ്ട്. കൂടാതെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 6% പെർ ആനുമാണ്, 6%. ആരുടെയൊക്കെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കണം? അമിത്, ബാബു ആൻഡ് ചാരു. ഇനി എന്താണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്? അമിത്തിന് 6,000, ബാബുവിന് 4,000 ആൻഡ് ചാരുവിന് 2,000 അല്ലേ? ഇതിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ ഈ ക്വസ്റ്റിനകത്ത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. എത്രയാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്? അമിത്തിന് 270, അതുപോലെ ബാബുവിന് 180 രൂപ, ചാരുവിന് 90 രൂപ. ഇനി എന്താണ് ദ നെറ്റ് പ്രോഫിറ്റ്? ആസ് പെർ ഏതനുസരിച്ച്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അനുസരിച്ച് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 35,660 രൂപയാണ് അല്ലേ? ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യേണ്ടത്? ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇതൊക്കെ എവിടെ കാണിക്കും? നമ്മൾ യൂഷ്വലി ബിഗിൻ ചെയ്യുന്നത് എവിടെയാണ്? നമ്മൾ സാധാരണയായിട്ട് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തുടക്കത്തിൽ എന്താണ് കാണിക്കുന്നത്? നമുക്കറിയാം അല്ലേ? ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എവിടെ കാണിക്കും? അമിത്തിന് കിട്ടുന്ന സാലറി എവിടെ കാണിക്കും? ബാബുവിന് കിട്ടുന്ന കമ്മീഷൻ എവിടെ കാണിക്കും? ഇതുകൂടാതെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഈ 3 പാർട്ട്നേഴ്സിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എവിടെ കാണിക്കും അല്ലേ? ഇതെല്ലാം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ബോർഡിൽ കാണുന്ന ക്വസ്റ്റ്യൻ പ്രകാരം നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. എങ്ങനെയാണ് ആ കിട്ടുന്ന ലാഭത്തെ പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അല്ലേ? അതിനൊരു എഗ്രിഡ് റേഷ്യോയുടെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന. ആ എഗ്രിഡ് റേഷ്യോ എത്രയാണ്? ക്വസ്റ്റ്യൻ നോക്കിയേ, 3:2:1 അല്ലേ? കിട്ടുന്ന ലാഭത്തെ നമ്മൾ എന്ത് ചെയ്യുന്നത്? 3:2:1 എന്ന റേഷ്യോയിൽ എന്ത് ചെയ്യുന്നു? വീതിച്ചെടുക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇത് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു? അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യുന്നു. നമ്മൾ എന്താണെങ്കിൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഈ ലാഭത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഒരുപക്ഷെ നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യും? ഈ കിട്ടുന്ന ലാഭത്തെ, ഈ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ലാഭത്തെ അവരുടെ കറണ്ട് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യും അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത് രണ്ടാമത്തെ ചാപ്റ്ററിലെ അക്കൗണ്ടിംഗ് ഫോർ പാർട്ണർഷിപ്പ് ബേസിക് കോൺസെപ്റ്റ്സിലെ ചില അക്കൗണ്ട്സ് തയ്യാറാക്കുന്ന രീതിയെക്കുറിച്ചാണ്. നമ്മൾ ഏതൊക്കെ അക്കൗണ്ട്സ് തയ്യാറാക്കി? ഏതൊക്കെ നമ്മൾ തയ്യാറാക്കിയ അക്കൗണ്ട് അല്ലേ? നമ്മൾ ആദ്യം ക്യാപിറ്റൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തു അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ. ഇപ്പം നമ്മൾ എന്ത് ചെയ്തു? എങ്ങനെയാണ് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്ന രീതിയെക്കുറിച്ച് പഠിച്ചു. ഇനി നമുക്ക് എന്താണ് അടുത്ത് ഡിസ്കസ് ചെയ്യേണ്ടത്? ചില ഇമ്പോർട്ടൻ്റ് ആയ ചില കാൽക്കുലേഷൻസ് ആണ്. ചില കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്, ചില കാൽക്കുലേഷനിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമതാണ്, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്താ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. പാർട്ട്നേഴ്സിന് എന്ത് ചെയ്യുന്നു? ബിസിനസ് കൺസേൺ എന്ത് ചെയ്യുന്നു? ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? കൊടുക്കാറുണ്ട്. അവർ കോൺട്രിബ്യൂട്ട് ചെയ്ത ക്യാപിറ്റലിന് ഒരു സർട്ടൻ പെർസെൻറ്റേജ് അവർക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ഒരു സ്ഥാപനം പാർട്ട്നേഴ്സിന് കൊടുക്കുന്നു. ശരിയല്ലേ? ആ കൊടുക്കുന്ന എമൗണ്ടിനെ വിളിച്ചവരാണ് എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ആ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെ കണ്ടുപിടിക്കാം? ആ രീതിയെക്കുറിച്ചാണ് നമ്മൾ ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇനിയുള്ള ക്ലാസ് എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ആവശ്യം. ഒന്ന്, എത്ര എമൗണ്ട് ആണ് നമ്മുടെ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ? ഒന്നാമത് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ. 2, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. 3 പീരീഡ് അല്ലേ? ഇതിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നമ്മൾ അതിന് എന്ത് ചെയ്യുക? പല കേസായിട്ട് എന്ത് ചെയ്യും? മാറ്റിയിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നത് പല രീതിയിലാണ്. അത് നമുക്ക് എന്ത് ചെയ്യുക? ഓരോ കണ്ടീഷനായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. എന്താണ്? അഡീഷണൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുമില്ല, അതുപോലെ എന്താണ്? വിഡ്രോ ചെയ്തിട്ടുമില്ല. ക്യാപിറ്റൽ നമ്മൾ വിഡ്രോ ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരിക്കാം? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ ഒന്നുമില്ല. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഇൻറ്റു റേറ്റ് ഡിവൈഡ് ബൈ 100. ഈ ഇക്വേഷൻ്റെ ബേസിലായിരിക്കും എന്ത് ചെയ്യുന്നത്? നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ ഇതാണ്. അവിടെ എന്തില്ല? അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടില്ല, ഡ്രോയിങ്സും ഇല്ല എങ്കിൽ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നത് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഇൻറ്റു റേറ്റ് ഡിവൈഡ് ബൈ 100 ആയിരിക്കും. ഇനി അടുത്തത് എന്താണ്? രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് അഡീഷണൽ ആയിട്ടൊരു ക്യാപിറ്റൽ കൊണ്ടുവന്നു. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? നമ്മൾ എന്ത് ചെയ്യും? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ? അത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം? നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു മെത്തേഡിലേക്ക്, ആ ഒരു കണ്ടീഷനിലേക്ക് നമുക്ക് പോവാം. നോക്കിയേ, പ്രോബ്ലം നമുക്ക് നോക്കാം. നോക്കിയേ പ്രോബ്ലം. A and B are partners in a firm sharing profit and losses in the ratio of 1:1. Their capital account shows the balance on 1st January 2003. എത്രയാണ്? 50,000 and 30,000 അല്ലേ? അപ്പോൾ എന്താണ്?
എയും ബിയും പാർട്ട്നേഴ്സാണ്. അവരവർ ലാഭവും നഷ്ടം വീതിക്കുന്നത് 1:1 എന്ന റേഷ്യയിലാണ്. അവരുടെ ക്യാപിറ്റൽ ബാലൻസ് എന്ന് 1/1/2003 എത്രയാണ്? 50,000 രൂപ എയ്ക്കും ബിക്ക് 30,000 രൂപയാണ്. ഡ്യൂറിങ് ദി ഇയർ 2003, എ ഇൻട്രൊഡ്യൂസ് അഡീഷണൽ ക്യാപിറ്റൽ ഓഫ് rupees 10,000 on 1st July 2003 and B brought in rupees 15,000 on 1st August 2003. The interest on capital is allowed at 6% per annum. Accounts are closed on 31st December every year. Calculate interest on capital. അപ്പോൾ ഇവിടെ ക്വസ്റ്റിനകത്ത് എന്താണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഉണ്ട്, അതുകൂടാതെ അഡീഷണൽ ആയിട്ട് ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നത്? ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഈ മെത്തേഡിൽ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ നോക്കാം അല്ലേ? നമുക്ക് ആദ്യം എയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. എന്താണ് എയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെ കണ്ടുപിടിക്കാം? എയുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയുണ്ട്? എയുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ 50,000 രൂപയാണ്. ഈ 50,000 രൂപയ്ക്ക് എത്ര ശതമാനം നിരക്കിൽ? ക്വസ്റ്റിനകത്ത് റേറ്റ് തന്നിട്ടുണ്ട്. എത്രയാണ് റേറ്റ് എന്ന് പറയുന്നത്? 6% നിരക്കിൽ എന്താണ്? ഒരു വർഷത്തേക്ക് അയാൾക്ക് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ 50,000 രൂപയ്ക്ക് 6% നിരക്കിൽ. ഓക്കെ. ഇതുകൂടാതെ എന്ത് ചെയ്യുന്നു? ഒരു 10,000 രൂപ അഡീഷണൽ ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്നു എന്ന് 1st ജൂലൈയിൽ അല്ലേ? 1st ജൂലൈയിൽ അയാൾ ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിനും ഇൻട്രസ്റ്റ് കണക്കാക്കണം. പക്ഷേ അവിടെ എന്താ കണ്ടീഷൻ? അയാൾ കൊണ്ടുവന്ന് 1st ജൂലൈ ആയതുകൊണ്ട് അത് മുതൽ എന്നാണോ ബുക്സ് ഓഫ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന ആ ഡേറ്റ് വരെ. എന്നാൽ ബുക്സ് ഓഫ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് 31st ഡിസംബറിലാണ്. അപ്പോൾ എത്ര മാസത്തേക്ക്? ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. എത്ര മാസം? 6 മാസത്തേക്ക് അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? എയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യത്തെ 50,000 രൂപയ്ക്ക് 6% നിരക്കിൽ. അടുത്തത് അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത 10,000 രൂപയ്ക്ക് എത്ര മാസത്തേക്ക്? 6 മാസത്തേക്ക് കണ്ടുപിടിക്കണം അല്ലേ? ഇതാ നോക്കി, ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? എയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? കണ്ടുപിടിക്കുന്നത് അല്ലേ? എന്താണ്? 50,000 രൂപയ്ക്ക് ഒരു വർഷത്തേക്കും 10,000 രൂപയ്ക്ക് 6 മാസത്തേക്കും. ഇതേപോലെ ബിയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നിങ്ങളൊന്ന് കണ്ടുപിടിച്ച്. എങ്ങനെയാണ് ബിയുടെ ക്യാപിറ്റൽ എങ്ങനെ കണ്ടുപിടിക്കാം? ഒന്ന് കണ്ടുപിടിച്ച് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒന്ന് കണ്ടുപിടിച്ച്. ബിയുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയുണ്ട്? 30,000 രൂപയ്ക്ക്. അതിനെന്താണ്? 6% നിരക്കിൽ ഒരു വർഷത്തേക്ക്. കൂടാതെ അദ്ദേഹം എന്ത് ചെയ്തു? ഒരു 15,000 രൂപയുടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. 15,000 രൂപ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഏത് മാസം? ഓഗസ്റ്റിലാണ് എന്ത് ചെയ്യുന്നത്? ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 6% നിരക്കിൽ അല്ലേ? അയാൾക്ക് ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ എന്തായിരിക്കും? ഓഗസ്റ്റ് മുതൽ ബുക്സ് ക്ലോസ് ചെയ്യുന്നവരെ. എന്നാൽ ബുക്സ് ക്ലോസ് ചെയ്യുന്നത് 31st ഡിസംബർ. അപ്പോൾ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. എത്ര മാസത്തേക്ക്? 5 മാസത്തേക്ക് അയാൾക്ക് ഇൻട്രസ്റ്റ് കിട്ടും. അതും കൂടെ. അപ്പം ബിയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെ കണ്ടുപിടിക്കാം? 30,000 രൂപയ്ക്ക് 6% നിരക്കിൽ ഒരു വർഷത്തേക്കും. കൂടാതെ അദ്ദേഹം വീണ്ടും കൊണ്ടുവന്ന 15,000 രൂപയ്ക്ക് 6% നിരക്കിൽ 5 മാസത്തേക്കും നമ്മൾ എന്ത് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം അല്ലേ? സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എയുടെയും ബിയുടെയും കണ്ടുപിടിക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ ഒന്നാമത്തെ കണ്ടീഷൻ പഠിച്ചു. അവിടെ എന്തില്ല? അഡീഷണൽ ക്യാപിറ്റൽ ഇല്ല, വിഡ്രോവൽ ഇല്ല. രണ്ടാമത്തെ കണ്ടീഷനകത്ത് അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ? നമുക്ക് മൂന്നാമത്തെ കണ്ടീഷനിലേക്ക് കിടക്കാം. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് അവിടെ എന്തുണ്ട്? ബോത്ത് അഡീഷണൽ ക്യാപിറ്റൽ അയാൾ കൊണ്ടുവരുന്നുണ്ട്, അതുപോലെ വിഡ്രോ ചെയ്യുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെ കണ്ടുപിടിക്കാം അല്ലേ? അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അയാളുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയാണോ ആ ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ത് ചെയ്യും? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കും ദ ഹോൾ ഇയർ, ആ ഒരു വർഷം മുഴുവനുമായിട്ട്. ഇനി അഡീഷണൽ ക്യാപിറ്റലായിട്ട് കൊണ്ടുവരുന്ന എമൗണ്ടിന് എന്നാണോ അയാൾ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരുന്നത് ആ ഡേറ്റ് മുതൽ ബുക്സ് ഓഫ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നവരെയുള്ള എന്ത് കണ്ടുപിടിക്കുന്നു? ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ച് ഇതിനോട് ആഡ് ചെയ്യുന്നു. ഇനി എന്താണ്? വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നാണോ വിഡ്രോ ചെയ്യുന്നത് അതുമുതൽ ബുക്സ് ഓഫ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നവരെയുള്ള നമ്മൾ എന്ത് ചെയ്യുന്നു? ആ എമൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചിട്ട് ഈ പറയുന്ന ഐറ്റത്തിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഹോൾ ഇയർ കണ്ടുപിടിക്കുന്നു. എന്നാണോ അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അത് കണ്ടുപിടിച്ച് ഇതിനോട് ആഡ് ചെയ്യുന്നു. ദെൻ എന്താണ്? വിഡ്രോ ചെയ്ത എമൗണ്ടിൻ്റെ ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ച് ഈ എമൗണ്ടിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുന്നു. ഈ രീതിയിലാണ് ഈ കണ്ടീഷൻ നമ്മൾ സൊല്യൂഷനിലേക്ക് പോകുന്നത്. നമുക്കൊരു പ്രോബ്ലത്തിലൂടെ അത് കുറച്ചുകൂടെ മനസ്സിലാക്കാം. ഓക്കെ, നോക്കിയേ പ്രോബ്ലം നോക്കിയേ. ബോർഡിൽ നമ്മുടെ മുന്നിൽ ആ പ്രോബ്ലം ഉണ്ട്. ഓക്കെ, എസ് ആൻഡ് ടി ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫോം. Their capital accounts as on April 1, 2005 showed a balance of rupees 2 lakh and rupees 3 lakh respectively. On July 1, S introduced additional capital of rupees 50,000 and T rupees 60,000. On October 1st, S withdrew
rupees 30,000 and on 1st January 2005, T withdrew rupees 15,000 from their capital. Interest is allowed at 8% per annum. Calculate interest payable on capital to both the partners during the financial year 2005-06. ഇതാണ് നമ്മുടെ മുന്നിലുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എന്താണ് എസിൻ്റെയും ടിയുടെയും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. ഇവിടെ എന്തുണ്ട് ഓപ്പണിംഗ് ക്യാപിറ്റലുണ്ട്, അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ഉണ്ട്, പിന്നെ എന്ത് ചെയ്യുന്നുണ്ട് വിഡ്രോ ചെയ്തിട്ടുണ്ട് അല്ലേ. ഈ കേസിൽ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നത്? നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് അറിയാം. ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ എന്ത് ചെയ്യും ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കും. ഹോൾ ഇയർ ആ ഒരു വർഷത്തെ മുഴുവൻ കണ്ടുപിടിക്കും. അപ്പോൾ ഇവിടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക അല്ലേ. ക്വസ്റ്റ്യൻ നോക്കിയേ. എസിൻ്റെ ഓപ്പണിംഗ് ക്യാപിറ്റൽ 2 lakh ആണ്. 2 lakhന് 8% നിരക്കിൽ എന്ത് ചെയ്യുന്നു 1 year കണ്ടുപിടിക്കുന്നു. ദെൻ എസ് അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നാണ്? 1st ജൂലൈയിലാണ് അല്ലേ. അപ്പോൾ അന്ന് മുതൽ എന്നാണോ ബുക്സ് ഓഫ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത്, എന്നാൽ ബുക്സ് ഓഫ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് 31st മാർച്ചിനായതുകൊണ്ട് ജൂലൈ മുതൽ മാർച്ച് വരെയുള്ള പീരീഡ് എടുക്കുക. എത്രയായിരിക്കും? ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. എത്ര മാസം? 9 മാസത്തെ. അപ്പോൾ അഡീഷണൽ ക്യാപിറ്റൽ എത്രയാണ് കൊണ്ടുവന്നു? ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അഡീഷണൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്രയാണ്? 50,000 രൂപ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിന് 8% നിരക്കിൽ അല്ലേ, 8% നിരക്കിൽ 9 മാസത്തെ കണ്ടുപിടിക്കുന്നു. ഇനി എന്താണ്? വിഡ്രോ ചെയ്തിട്ടുണ്ട് അല്ലേ. എത്രയാണ് വിഡ്രോ ചെയ്തിരിക്കുന്നത്? എസ് വിഡ്രോ ചെയ്ത് എത്രയാണ്? ഓൺ ഒക്ടോബർ 1st എസ് വിഡ്രൂ rupees 30,000. ഒക്ടോബർ 1st അയാൾ വിഡ്രോ ചെയ്ത് 30,000 രൂപയാണ് അല്ലേ. അപ്പോൾ ഒക്ടോബർ മുതൽ ബുക്സ് ക്ലോസ് ചെയ്യുന്ന പീരീഡ് കണ്ടുപിടിക്കുക. ഓക്കെ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. എത്ര മാസം? 6 മാസത്തെ. ഈ 6 മാസത്തെ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ച് നേരത്തെ കണ്ടുപിടിച്ച എമൗണ്ടിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടും. ആരുടെ? എസിൻ്റെ. അപ്പോൾ ബോർഡിൽ നോക്കി എസിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെ കണ്ടുപിടിച്ചെന്ന് ബോർഡിൽ കാണിച്ചിട്ടുണ്ട്, അതിൻ്റെ സൊല്യൂഷൻ കാണിച്ചിട്ടുണ്ട്. ഇതുപോലെ ടിയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അറിയാം അല്ലേ മനസ്സിലായി. ആ ടിയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിച്ച് നിങ്ങളുടെ ടീച്ചറിനെ കാണിക്കണം. ഓക്കെ, ഇതാണ് മൂന്നാമത്തെ മെത്തേഡ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ്. അതിന് പ്രധാനപ്പെട്ട 3 കണ്ടീഷനാണുള്ളത്. ഒന്നാമത് അഡീഷണൽ ക്യാപിറ്റലില്ല, വിഡ്രോവലും ഇല്ല. രണ്ടാമത്തേൽ അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ. മൂന്നാമത്തേൽ നമ്മൾ അഡീഷണൽ ക്യാപിറ്റലും വിഡ്രോവലും ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നത്? ഈ രീതിയാണ് നമ്മൾ ഇന്ന് പറഞ്ഞു വന്നത്. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, അതെങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നും അല്ലേ, അതൊരു പ്രോബ്ലത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ മനസ്സിലേക്ക് എത്തുകയും ചെയ്തു. കൂടാതെ ഒരു കാൽക്കുലേഷൻ ഏതാണ്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ മനസ്സിലായി. ഇനി നമുക്ക് എന്താണ് മറ്റു ചില കാൽക്കുലേഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം പോവേണ്ടതുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം അതൊക്കെ വളരെ വിശദമായിട്ട് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.